Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ് അതാണ് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങളൊന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് അതൊന്ന് വായിക്കാം കേട്ടോ. ഇത് വായിക്കുന്നതാണ് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതലൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് കുറെ അധികം വാരി വലിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമായിട്ടൊരു 3-4 പോയിന്റുകൾ ഉണ്ട് ഇതിനകത്ത്. അത് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഒന്ന് വായിക്കാം. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ആയിട്ടോ. ഈ ഒരു പാരഗ്രാഫില് പ്രധാനമായിട്ടും പറയുന്നത് ഒരു കമ്പാരിസൺ ആണ്. അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ ബേസ്ഡ് റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പേപ്പർ റെക്കോർഡിനേക്കാള് EHRന്റെ മികവിനെ കുറിച്ചിട്ട് ഈ ഒരു പാരഗ്രാഫ് നമ്മോട് പറയുന്നുണ്ട് അല്ലെ. അതായത് പേപ്പർ റെക്കോർഡിനേക്കാള് EHRന്റെ മികവിനെ കുറിച്ച് ശ്രദ്ധേയമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് ചില നേട്ടങ്ങൾ, ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില ദോഷങ്ങളുണ്ട്, ബാഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ പ്രധാന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് ഇതിന് ട്രാൻസ്പെറൻസി ഉണ്ട്, സുതാര്യതയുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന് ട്രാൻസ്പെറൻസി ഉണ്ട്, പോർട്ടബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, ആക്സസിബിലിറ്റി, ഈ 3 കാര്യങ്ങളും പേപ്പർ റെക്കോർഡിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ പ്രധാന ബെനിഫിറ്റുകളാണ്. 3 പോയിന്റ് കേട്ടോ. ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകള്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഡോക്ടേഴ്സിന് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ ക്ലിക്ക് മതി, പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മോശമായിട്ടുള്ള ഒരു വശം എന്ന് പറഞ്ഞാല് ഒരു അൺഓതറൈസ്ഡ് പേഴ്സണ് ഇത് സ്റ്റോളൻ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതൊരാൾ, അതായത് പുറത്തുനിന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഇത് മോഷ്ടിക്കാനായിട്ട് പറ്റും, ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടില്ലേ? എന്താണ് ഹാക്കിംഗ്? കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അതായത് നമ്മൾ ആരും അറിയാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് മോഷ്ടിക്കുന്നതിനാണ് നമ്മുടെ സൈബർ ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾവിയുള്ള ഒരു പദമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ പണം മോഷ്ടിക്കാം, നമ്മുടെ രേഖകൾ മോഷ്ടിക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും മൂന്നാമതൊരാളുടെ എന്താ പറയാ അയാളുടെ മികവ് കൊണ്ട് സ്റ്റോളൻ ചെയ്യപ്പെടാം. അത് അതിന്റെ ഒരു ബാഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒന്നാണ് EHRന്റെ സെക്യൂരിറ്റി നീഡ്സ്. അതായത് ഇതിന് കാര്യമായ പ്രൊട്ടക്ഷൻ ഒരുക്കിയെങ്കിൽ മാത്രമേ ഇത് സ്റ്റോളൻ ചെയ്യാതെ പോവുകയുള്ളൂ, അല്ലെങ്കിൽ അത് എന്താ പറയാ ഒരാൾ ഇത് മോഷ്ടിക്കാതിരിക്കുകയുള്ളൂ. കാര്യമായിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ പല വ്യക്തികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പല വ്യക്തികളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രികളിൽ EHRന്റെ ഉപയോഗം അത് കൂടുതലാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അവർ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അധികൃതർക്കാണ് ഈ ഒരു EHR സൂക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ EHR ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവരെനിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് മറക്കുമ്പോൾ എന്താ സംഭവിക്കുക? മൂന്നാമതൊരാൾ അത് ഹാക്ക് ചെയ്ത് ആ രേഖകള് നഷ്ടപ്പെടുത്തിയത് വരാം. ഓക്കെ, അപ്പോ നമ്മളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ലോഗിൻ ചെയ്യാം, ഉപയോഗശേഷം ലോഗ് ഔട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡ് മൂന്നാമതൊരാൾ കാണാതെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അതായത് മൂന്നാമതൊരാളെന്ന് പറയുന്നത് ഇപ്പൊ പേഷ്യന്റ് എന്ന് പറയുന്നത് അയാൾക്കും അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അധികൃതർക്കും ഈ ഒരു റെക്കോർഡിന്റെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. പക്ഷെ മൂന്നാമതൊരാൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ അയാളുടെ മികവ് മൂലം എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ അതിന്റെ പാസ്വേഡ് ഒക്കെ ഈ വ്യക്തി ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ അടിച്ചു മാറ്റാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് എന്താ പറയാ ഉണ്ടാവാൻ ഇടവരരുത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിന് എന്താ പറയാ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. നേട്ടങ്ങളിൽ പെട്ടതാണ് ആക്സസിബിലിറ്റി, പോർട്ടബിലിറ്റി, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി. കോട്ടത്തിൽ പെടുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ ദോഷത്തിൽ പെടുന്ന ഒന്നാണ് എന്ത്? മൂന്നാമത്തെ സ്റ്റോളൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ പാസ്വേഡ് അതുപോലെ അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് കുറെ വാല്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. ആവശ്യത്തിന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ.
രണ്ടാമത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഹാൻഡ് റിട്ടൺ പേപ്പർ റെക്കോർഡാണ്. നമ്മൾ എഴുതപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പേപ്പർ റെക്കോർഡുകൾ ഉണ്ടല്ലോ, അതായത് പണ്ട് കാലത്തെ ഹോസ്പിറ്റലുകൾ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള പേപ്പർ റെക്കോർഡുകളാണ്. ഇതിന്റെ പ്രധാന ദോഷം എന്ന് പറയുന്നത് ഇറ്റ്സ് പുവർലി റീഡബിൾ, അതായത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഡോക്ടറിന്റെ അടുത്ത് ചെന്നാൽ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരും അല്ലെ, അത് വായിച്ചെടുക്കാൻ നമ്മൾക്കും ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് മനസ്സിലാവില്ല. അത് ഫാർമസിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുകൊടുത്താൽ മാത്രമാണ് അവർക്കത് മനസ്സിലാക്കിയിട്ട് നമുക്ക് മരുന്ന് തരാം. അപ്പോ പെട്ടെന്ന് ഒരാൾക്ക് വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഈ പേപ്പർ റെക്കോർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല മെഡിക്കൽ ഇറവുകൾ ധാരാളമായിട്ട് പേപ്പർ റെക്കോർഡിൽ ഉണ്ടാകും. ഇപ്പോ തെറ്റായിട്ടുള്ള ഡോസേജ് എഴുതാം, തെറ്റായിട്ടുള്ള മരുന്നുകൾ എഴുതാം, അങ്ങനെയുള്ള ധാരാളം എറേഴ്സ് എന്തിൽ ഉണ്ടാവാറുണ്ട്, പേപ്പർ റെക്കോർഡില് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ പെൻമാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പെൻമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹാൻഡ് റൈറ്റിംഗ് ആണ് കേട്ടോ. പേഴ്സൺ ഹാൻഡ് റൈറ്റിംഗിനെയാണ് പെൻമാൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രധാന ദോഷങ്ങൾ എന്ന് പറയുന്നത് ഇത് പുവർലി റീഡബിൾ ആണ്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തരത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല റോങ് ഡ്രഗ് ഡോസ് ഫോം ഇതൊക്കെ എന്താണ് തെറ്റ് വരാം, എറർസ് ധാരാളമായിട്ട് ഇതിനകത്ത് സംഭവിക്കാമെന്നാണ് പറയുന്നത്. അപ്പോ എല്ലാം കൊണ്ട് നമ്മുടെ ഈ ഒരു കാലത്ത് എല്ലാം കൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളാണ് നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളത് പേപ്പർ റെക്കോർഡിനേക്കാളും. അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് കമ്പാരിസൺ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ. അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്, ഇവിടെ ഒരു പാരഗ്രാഫ് പറയുന്നത് ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Sharing their electronic health records with the people who have type 2 diabetes helps them to reduce their blood sugar levels. It is a means of helping people understand their own health condition and making them involved actively in its management. They could also be useful in research, which enables various scientific analysis and novel tools. അതായത് ടൈപ്പ് 2 പ്രമേഹമുള്ള വ്യക്തികളുമായി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് പങ്കിടുന്നത്, ഷെയർ ചെയ്യുന്നത് അവരുടെ ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇത് എഴുതിയാക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നാം ഇത് തന്നെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അതായത് ഇപ്പോ ഡയബറ്റീസ് ഉള്ള പേഷ്യന്റ്, അതുപോലെ പ്രഷർ ഉള്ള പേഷ്യന്റ്, അങ്ങനെ പ്രഷർ കാര്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ, ഡെയിലി ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസുമായിട്ട് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പങ്കിടുമ്പോൾ അവരുടെ ഇൽനെസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരു പേഷ്യന്റുമായിട്ട് നമ്മളിത് പങ്കിടുവാണെങ്കിൽ ഡെയിലി അവരുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അവരുടെ ഇൽനെസ് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഹെൽത്ത് റെക്കോർഡ് മൂലം സാധിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമീപനം രോഗികളെ അവരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നതിനും അത് മാനേജ് ചെയ്യാനും സഹായിക്കുന്നു. അവർക്ക് അറിയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത്. അവർക്കിപ്പോ ഓരോ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്തു, അപ്പൊ അവർക്ക് അറിയാനായിട്ട് സാധിക്കും ഇന്നതുപോലെ ശ്രദ്ധിച്ചാൽ ഇന്ന കാര്യങ്ങൾ വരില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിന്റെ മറ്റൊരു പ്രത്യേകത പുതിയ രീതിയിലുള്ള ശാസ്ത്രീയ വിശകലനത്തിനും റിസർച്ചിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ധാരാളം സഹായകമാണെന്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അവർക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഗവേഷണം ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, വെറുതെ കൊടുത്തിരിക്കുക അവിടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, അത് നോക്കാം നമുക്ക്. ലിംസ് എന്നാണ് പറയാട്ടോ ഇതിനെ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ലിംസ്, sometimes indicated to us laboratory information system LIS or laboratory management system LMS, is a software-based solution with the features that give support to a modern laboratory operations. Key features include, but are not limited to, workflow and data tracking support, flexible architecture and data exchange interfaces, which fully support its use in regulated environments. The feature and uses of LIMS have developed over the years from simple sample tracking
to a enterprise resource planning tool that manages manifold aspects of laboratory informatics. അതായത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ലിംസ് എന്നാ പറയാ. അതിന്റെ മറ്റൊരു പേരാണ് LIS അഥവാ ലിസ് എന്ന് പറയും. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിംസ് കൊടുത്തിട്ടുണ്ട്, ലിസ് അഥവാ LIS കൊടുത്തിട്ടുണ്ട്, LMS കൊടുത്തിട്ടുണ്ട്. 3ഉം ഒന്ന് തന്നെയാണ്. HESന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിത പ്രോഗ്രാം ആണ് ലിംസ് അഥവാ ലിസ് അഥവാ LMS. ഓക്കെ, HES എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിന്റെ കോർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണത്. ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്? ലബോറട്ടറി. അതായത് ലബോറട്ടറിയിലെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അധിഷ്ഠിത പ്രോഗ്രാം ആണെന്ത്? ലിംസ് അഥവാ ലിസ് അഥവാ LMS എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാ വരിക? ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആർക്കും ഒരു റിയാക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ലബോറട്ടറിയിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത് കേട്ടോ, ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിംസ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ലിസും LMS ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരു പേര് മാത്രമേ ഞാൻ പറയുള്ളൂ, ലിംസ്. ഓക്കെ, അപ്പൊ അത്തരത്തില് ലബോറട്ടറി എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത് ഒന്ന് നോക്കി. നിങ്ങൾ ലബോറട്ടറിയുടെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡാറ്റ ട്രാക്ക് ചെയ്യുന്നു, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്തെങ്കിലും മാറ്റം. ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത്, ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ലിംസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതിലൂടെ സിമ്പിൾ ആയിട്ട് സാമ്പിൾ ട്രാക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലബോറട്ടറിയിലെ റിസോഴ്സസുകൾ കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ ലബോറട്ടറിയിൽ പോകുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ലബോറട്ടറിയിൽ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെല്ലും അല്ലെ, രജിസ്റ്റർ, അതായത് അവിടെ ഫ്രണ്ടില് ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ടാവും, അവരുടെ ചെല്ലും, നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. അവരെന്താ ചെയ്യാ? നമ്മുടെ ഡീറ്റെയിൽസ് ലിംസിൽ എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. അതിനെയാണ് സാമ്പിൾ ലോഗിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ആവാം പേഷ്യന്റ് എഴുതിയിരിക്കുന്നത്. ആ പേഷ്യന്റ് വിവരങ്ങൾ, പേര്, ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് എന്ത് തരം റിസൾട്ട് ആണോ, എന്ത് തരം ടെസ്റ്റുകളാണോ അദ്ദേഹത്തിന് വേണ്ടത് അത് എന്ത് ചെയ്യും? ലോഗിൻ ചെയ്യും. ഓക്കെ, അതാണ് സാമ്പിൾ ലോഗിൻ. അതിനുശേഷം ജോബ് അസൈൻമെന്റ് ആണ്. ജോബ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് ബ്ലഡ് ടെസ്റ്റ് ആണ് ഇപ്പൊ ഒരു രോഗി കൊടുക്കുന്നതെങ്കിൽ ആ രോഗിക്ക് ചിലപ്പോൾ ബ്ലഡിന്റെ പല കമ്പോണൻസ്, ചിലപ്പോൾ HP നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ കൗണ്ട് നോക്കാനായിരിക്കാം, ESR നോക്കാനായിരിക്കാം. അപ്പൊ ആ കാര്യങ്ങൾ വേർതിരിച്ചു കൊടുക്കുന്നതിനെയാണ് ജോബ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താ ചെയ്യാ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു. അവിടെ ഇരിക്കുന്ന വ്യക്തി സാമ്പിൾ ലോഗിൻ ചെയ്തു, എന്താണ് കൊടുക്കേണ്ടതെന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മുടെ ഫ്ലബോട്ടമി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നു. നമ്മുടെ സാമ്പിൾ അവിടെ കൊടുക്കുന്നു. ആ സാമ്പിൾ നേരെ ലാബ് സെഷനിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ചിട്ട് അവിടെയും എന്തുണ്ട്? ലിംസ് ഉണ്ട്. അവിടെയും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും. ആ ഒരു കമ്പ്യൂട്ടറിൽ എന്തടിച്ചു കൊടുക്കും? നമ്മുടെ ട്രാക്കിംഗ് പ്രോഗ്രസ് അവിടെ എൻ്റർ ചെയ്യും. അതായത് ബ്ലഡ് ടെസ്റ്റുകൾ എവിടം വരെ എത്തി എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സാമ്പിൾ കളക്ട് ചെയ്തു, ലാബിൽ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യും? എൻ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ലാബിലോട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഫ്രണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ വിവരങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് കൊടുക്കും. ആ വ്യക്തി ലിംസിലൂടെ എന്ത് ചെയ്യും? ലാബിലോട്ട് നമ്മുടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും. ദെൻ നമ്മുടെ ബ്ലഡ് അവിടെ എത്തിയിട്ടുണ്ട്, അതിന്റെ ട്രാക്കിംഗ് പ്രോഗ്രസ് എത്രയാണെന്ന് നോക്കും, എവിടം വരെ എത്തിയെന്ന്. ദെൻ അതിനുശേഷം എന്താണ്? ഡാറ്റ എൻട്രിയിലേക്ക് കടക്കുന്നു. റിസൾട്ടുകൾ റെഡിയാകുന്നു. ഡാറ്റ എൻട്രി ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു നമ്മുടെ റിസൾട്ടുകള്. ദെൻ ഡാറ്റ വാലിഡേഷൻ, അതായത് വെരിഫൈ ചെയ്യുന്നു. നമ്മുടെ റിസൾട്ടുകൾ നമുക്ക് വെറുതെ റിസൾട്ട് തന്നാൽ മാത്രം പോരല്ലോ, കറക്റ്റ് ആണോ നോക്കണ്ടേ? അത് വെരിഫൈ ചെയ്യുന്നത് ലിംസിലൂടെയാണ്. ദെൻ ഫൈനലി നമ്മുടെ റിസൾട്ടുകളായിട്ട് പേപ്പറിന്റെ രൂപത്തിൽ നമ്മുടെ കയ്യിലോട്ട് എത്തുന്നു. ഇതാണ് ലബോറട്ടറിയിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ,
ഫസ്റ്റ് സാമ്പിൾ ലോഗിൻ ചെയ്തു. ദെൻ ജോബ് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ, എന്ത് കമ്പോണന്റ് ആണോ നമുക്ക് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ടത് അത് കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആ ടെസ്റ്റുകൾ പിന്നീടാണ് ഫ്ലബോട്ടമിയിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ബ്ലഡ് നമ്മുടെ നിന്ന് എടുക്കുന്നു, ദെൻ ലാബിലേക്ക് അയക്കുന്നു. ലാബിലാണ് ട്രാക്കിംഗ് പ്രോഗ്രസ് നോക്കുന്നത്. നമുക്ക് എല്ലാം ഫ്രണ്ടിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും എവിടം വരെയായി, എത്ര സമയത്തിനുള്ളിൽ റിസൾട്ട് ആകുമെന്ന് പറയാനായിട്ട് പറ്റും. അതിനെയാണ് ട്രാക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ദെൻ ഡാറ്റ എൻട്രി, ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാല് വെരിഫൈ ചെയ്യുന്നതാണ്. ദെൻ റിപ്പോർട്ടിംഗ് റിസൾട്ട് ഔട്ട് ആവും, പുറത്തേക്ക് പോകും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. There is no useful definition of term limbs since it is used to encompass a number of different laboratory informatics components. The spread and the depth of these components is greatly dependent on the LIMS implementation itself. All LIMS have a workflow component and some summary data management facilities, but beyond that there are notable differences in functionality. അതായത് ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലിംസ് എന്നത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിർവചനമല്ല. അതായത് എല്ലാ ലബോറട്ടറികളിലും ഈ ഒരു സംവിധാനം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, അവർ ടെസ്റ്റ് റിസൾട്ടുകൾ നമുക്ക് തരില്ല. നമുക്കത് ചിലതിൽ അറിയാനായിട്ട് സാധിക്കും. ചില ടെസ്റ്റ് ലബോറട്ടറിയിലെ റിസൾട്ട് നോക്കിയാൽ അറിയാം നമ്മുടെ റിസൾട്ട് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. റഫറൻസ് റേഞ്ച് അഥവാ നോർമൽ വാല്യൂ അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയുള്ള റിസൾട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ലിംസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അവിടെ യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഇത് സാർവത്രികമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നല്ല. പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ലാബിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകൾ നടത്തുന്നത് അല്ലെങ്കിൽ റിസൾട്ടുകൾ അവൈലബിൾ ആക്കുന്നത്. അപ്പൊ ലബോറട്ടറിയിലെ സേവനങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ പേരിന്റെ വ്യാപ്തി നമുക്ക് അളക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും കൂടി ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ലബോറട്ടറി നിങ്ങൾ പഠിച്ചപ്പോൾ പലതരത്തിലുള്ള ലബോറട്ടറി പഠിച്ചില്ലേ? എല്ലാ ലബോറട്ടറിയും ഒരേ തരത്തിലുള്ള സേവനങ്ങളാണോ തരുന്നേ? ആണോ? അല്ലല്ലേ? അപ്പൊ അതിനനുസരിച്ച് ഈ പേരിന്റെ വ്യാപ്തിയും വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിന് പകരം വളച്ചൊടിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ലാബ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ഒരു ഇത് കൊടുത്തിരിക്കുന്നതാണ് ഫോം. നമുക്ക് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എൻട്രി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം പോലെ തന്നെ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് RIS എന്ന് പറഞ്ഞാല് നമ്മുടെ HESന്റെ കോർ ആയിട്ട് വരുന്നതാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് RIS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം RIS is the core system for the electronic management of imaging departments. The major functions of the RIS can consist of patient scheduling, resource management, examination performance tracking, reporting, result distribution, and procedure billing. RIS complements HIS, Hospital Information System, and PACS, Picture Archiving and Communication System, and is crucial to efficient workflow to radiology practices. നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ RIS അഥവാ റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കുറെ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഒന്നുകൂടി പറയണം. അതായത് ഒരു ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സഹായിക്കുന്ന പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണെന്ത് RIS അഥവാ റിസ് എന്ന് പറയുന്നത്. ഇതിന് കുറേയധികം ഫങ്ഷൻസ് ഉണ്ട്. അവിടെ വരുന്ന പേഷ്യൻസിനെ ഷെഡ്യൂൾ ചെയ്യുന്നത് RIS ആണ്. ഓക്കെ, HISന്റെ കോർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. HIS നമുക്ക്
HIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തുറക്കുമ്പോൾ RIS എന്ന് പറയുന്ന പ്രത്യേക ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൂടെയാണ് റേഡിയോളജിയിലെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ പേഷ്യന്റ് ഷെഡ്യൂളിങ്, അതുപോലെ തന്നെ റേഡിയോളജിയിലെ റിസോഴ്സ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, ഓക്കെ, then റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊസീജിയർ ബില്ലിംഗ്, ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. RIS ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, HIS-മായി ഇന്റഗ്രേറ്റ് ചെയ്ത്. HIS മാത്രമല്ല വരുന്നത്, PACS അഥവാ പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. PACS-ഉം HIS-ഉം RIS-ഉം ഇന്റഗ്രേറ്റ് ചെയ്താണ് രോഗിക്ക് വ്യക്തതയുള്ളതും പൂർണ്ണതയുള്ളതുമായ റിസൾട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ. RIS-ന് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. RIS, HIS, PACS, ഇത് 3ഉം കൂടി ചേർന്നിട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ആ പടം ഇതിൽ പറയുന്നുണ്ട്, പിക്ചർ കണ്ടോ നിങ്ങൾ? അവിടെ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ ഒന്നും കൂടി വ്യക്തവും. ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. മാം ഇത് 3ഉം കൂടി ചേർന്നാണ് റേഡിയോളജി. അതെ അതെ, 3ഉം കൂടി ചേർന്നിട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ നിങ്ങള്, നമ്പർ 1 ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. റേഡിയോളജി സേവനങ്ങൾക്കായി HIS-ൽ നിന്ന് പ്രോസസ് ആരംഭിക്കുന്നു. ഒരു റേഡിയോളജിയുടെ സേവനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് HIS-ൽ നിന്നാണ്. അവിടെ നിന്നാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ HIS ഓർഡർ RIS-ലേക്ക് അയക്കുന്നു. എങ്ങോട്ടാ അയക്കുക? റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് എങ്ങോട്ടാ പോവാ? അവിടെ നിന്ന് നോക്കി നിങ്ങൾ മൂന്നാമത്തെ ഒരു ഇത് കണ്ടിട്ടില്ലേ? മൂന്നാമതെന്ന് പറയുന്നത് MRI ഉണ്ട്, CT ഉണ്ട്, പിന്നെ എന്താണ്, പല ഇമേജിംഗ് സംവിധാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. CT, MRI, X-ray ഉപയോഗിച്ച് ഇമേജിംഗ് പ്രോസസ് നടത്തുന്നു. അപ്പൊ രോഗിക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല. ചിലപ്പോൾ CT എടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ MRI എടുക്കാനുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂന്നാമതാണ്. ആദ്യം HIS-ൽ നിന്ന് ഓർഡർ കൊടുക്കുന്നു, RIS-ലേക്ക് ഓർഡർ വരുന്നു. ദെൻ പേഷ്യന്റിന്റെ CT, MRI, X-ray ഉപയോഗിച്ച് ഇമേജിംഗ് പ്രോസസ് നടത്തുന്നു. അതുപോലെ സ്റ്റോറേജ് ആക്സസിനായി ചിത്രങ്ങൾ PACS-ലേക്ക് അയക്കുന്നു. രോഗിയുടെ ഈ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് എന്ത് ചെയ്യും? PACS-ലേക്ക് അയക്കും. PACS എന്ന് പറഞ്ഞാൽ കണ്ടോ നിങ്ങള്? താഴെ കാണുന്നത് കണ്ടോ? ഒരു വാട്ടർ ടാങ്ക് പോലെ ഇരിക്കുന്ന സംഭവം കണ്ടോ? കണ്ടില്ലേ? ഓക്കെ, അപ്പൊ രോഗിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് അയക്കും, PACS-ലേക്ക് ഇത് അയക്കും. PACS ഇത് സ്റ്റോർ ചെയ്യുന്നു. രോഗിയുടെ ഫോട്ടോസ് ഒക്കെ, ഇമേജസ് ഒക്കെ ഇല്ലേ, അതെന്ത് ചെയ്യുന്നുണ്ട്? PACS സ്റ്റോർ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശകലനത്തിലായിട്ട് ആക്സസ് ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ PACS ആണ് പരിശോധിക്കുന്നത്. ദെൻ അതിനുശേഷമാണ് റേഡിയോളജിസ്റ്റുകൾ റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ വഴി ചിത്രങ്ങൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനൽ ആയിട്ട് റേഡിയോളജിസ്റ്റുകൾക്ക് എപ്പോഴാണ് കിട്ടുന്നത്? PACS-ലെ വിശകലനത്തിന് ശേഷമാണ് റേഡിയോളജിസ്റ്റുകള് റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ വഴി ചിത്രങ്ങൾ ആക്സസ് ചെയ്യുന്നത്. അതിനുശേഷം ഡാറ്റ വ്യാഖ്യാനിക്കുന്നു, റേഡിയോളജിക്കൽ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഈ റിപ്പോർട്ടുകൾ തിരികെ RIS-ലേക്ക് അയക്കുന്നു. പിന്നീടാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, ഇത്രയുമാണ് RIS-ലെ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം HIS-ൽ നിന്ന് വരുന്നു, HIS-ൽ നിന്ന് RIS-ലേക്ക് വരുന്നു. RIS-ൽ നിന്ന് എങ്ങോട്ടാ പോണേ? MRI, CT അങ്ങനെയുള്ള ഇമേജിംഗ് പ്രോസസ് ഒക്കെ എടുത്തതിന് ശേഷം PACS-ലേക്ക് വീണ്ടും ഈ ഫോട്ടോസ് അയച്ചിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. അവിടെ നിന്നാണ് റേഡിയോളജിസ്റ്റുകൾക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അവരത് കൂടുതൽ ഇവാലുവേഷന് ഇതാക്കുന്നു. അതിനുശേഷം ഇത് വീണ്ടും RIS-ലേക്ക് അയക്കുന്നു. പിന്നീട് ഇത് റിസൾട്ടുകളായിട്ട് പുറത്തേക്ക് വരുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്ര ഉള്ളൂ കേട്ടോ അത്. എന്നിട്ട് PACS എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റോറേജ് ആണ് കേട്ടോ. അത് ചിത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെ PACS ആണ്. PACS അതിന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഇത് പ്രധാനമായിട്ടും ഫുൾ ഫോം കാര്യങ്ങളൊക്കെ വരെ എന്താണ് ലിസ്, എന്താണ് റിസ്, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. PACS എന്താണ്,
ഒരിക്കലും എന്താണ് പ്രോസസ്സ് എന്ന് ചോദിക്കില്ല നിങ്ങളോട്, കാരണം നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റില്ലല്ലോ ആൻസർ. പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കില്ല, മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് ബേസിക് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ് ആണ്. പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ അതുപോലെ ഷെഡ്യൂളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു RIS. പേഷ്യന്റിന്റെ ലിസ്റ്റ് മാനേജ്മെന്റ്, പേഷ്യന്റിന്റെ മൊത്തത്തിലുള്ള വിവരങ്ങള് ഓർഗനൈസ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു, റിസിലേക്ക് വരുന്ന അപ്പോയിന്റ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള്, പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് HIS-ൽ നിന്നോ RIS-ൽ നിന്നോ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിനെയാണ് മൊഡാലിറ്റി വർക്ക് ഇന്റർഫേസ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള്, പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് HIS-ൽ നിന്നോ RIS-ൽ നിന്നോ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആണ് എന്ത്, മൊഡാലിറ്റി ഇന്റർഫേസ്. അപ്പൊ ഇത്തരത്തിലുള്ള മൊഡാലിറ്റി ഇന്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന വർക്ക് ലിസ്റ്റുകൾ അത് കൈകാര്യം ചെയ്യുന്നത് RIS ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. ഒരു റേഡിയോളജിയിലെ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നു RIS. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ് എന്ന് പറയുന്നത് ടെസ്റ്റ് റിക്വസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യും. എന്തെങ്കിലും ടെസ്റ്റ് റിക്വസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, ദെൻ കൺട്രോൾ ചെയ്യുന്നു. ദെൻ റിസൾട്ട് എൻട്രി നടത്തുന്നു, പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള റിസൾട്ടുകൾ എൻട്രി ചെയ്യുന്നു. ദെൻ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാല് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നിഷൻ VR. അതായത് ഈ ഒരു VR എന്ന് പറയുന്നത്, വോയിസ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മള് സംഭാഷണത്തെ, കോൺവെർസേഷനെ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ഒരു ടെക്നോളജിയാണ്. അത് RIS-ൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ, നിങ്ങൾക്ക് ഇപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടാവും, വെറുതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അതെന്താവും, ഗൂഗിളിലൊക്കെ ഉണ്ട് അല്ലെ, വെറുതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അത് ടെക്സ്റ്റ് ആക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. അപ്പൊ ആ ഒരു സംവിധാനം RIS-ൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ റിസൾട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ നേരം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റേഡിയോളജിസ്റ്റുകൾ എന്ത് ചെയ്താൽ മതി, പറഞ്ഞു കൊടുത്താൽ മതി, RIS എന്താക്കി മാറ്റും, അത് ടെക്സ്റ്റ് ആക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. ഓക്കെ, ദെൻ പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. അതുപോലെ പേഷ്യന്റ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രിന്റഡ് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രിന്റഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, റിപ്പോർട്ടുകൾ. ഓക്കെ, ഇനി പേഷ്യന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പേര്, അഡ്രസ്, സാമ്പിൾ എടുത്ത ഡേറ്റ്, ഡോക്ടറുടെ പേര്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററിനെയാണ് പേഷ്യന്റ് ലെറ്റർ എന്ന് പറയുന്നത്. അത് ലബോറട്ടറിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതും ലബോറട്ടറിയിൽ നിന്ന്, റേഡിയോളജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതും എവിടെ നിന്നാണ് കിട്ടുന്നത്, RIS ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, അടുത്തത് റിസൾട്ട് ട്രാൻസ്മിഷൻ വിയ ഇന്റഗ്രേഷൻ ഓർ ഇമെയിലിംഗ് ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ. ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ ഇമെയിൽ വഴി അയച്ചു കൊടുക്കും. ഇപ്പൊ പേഷ്യൻസിനൊക്കെ എന്താണ്, ചിലപ്പോ ഇമെയിൽ വഴിയായിരിക്കും അവരുടെ റിസൾട്ടുകൾ പാസ് ചെയ്യുക. അതും RIS ചെയ്യുന്നുണ്ട്. ദെൻ പേഷ്യന്റ് ട്രാക്കിംഗ്, അതായത് പേഷ്യന്റ് റിസൾട്ടുകളൊക്കെ എവിടെ വരെയായി എന്ന് ട്രാക്ക് ചെയ്യുന്നു. ദെൻ ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് പലതരത്തിലുള്ള റിസർച്ചുകൾക്കും മറ്റുമായിട്ട് RIS എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പേഷ്യന്റ് ഈ വിവരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ട് ചില ഡോക്യുമെന്റുകൾ രൂപപ്പെടുത്തുന്നു. ഇത് മറ്റുള്ളവർക്ക്, ഡോക്ടേഴ്സിനായാലും അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റിനായാലും ചെന്ന് കയറി വായിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇതിന് ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽ. ടെക്നിക്കൽ ഫയലുകൾ രൂപപ്പെടുത്തുന്നു എന്ത്, RIS. ഓക്കെ, നെക്സ്റ്റ് മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. അതായത് എക്സ്റേ, MRI, CT ചെയ്യുന്ന രീതികൾ വിശകലനം ചെയ്യുന്നു RIS.
മാത്രമല്ല അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്നു റിസിലൂടെ. ഇപ്പൊ സേഫ്റ്റി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമായിരിക്കും MRI ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. അപ്പോ അതിന്റെയൊക്കെ കറക്ഷനും കാര്യങ്ങൾ എന്താണ്, കറക്റ്റ് ആയിട്ട് ഏത് ഉപകരണമാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്നു. then കൺസെന്റ് മാനേജ്മെന്റ്, അതായത് എന്താ പറയാ, റേഡിയോളജിയിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, എവിടെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു റിസിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ആൾക്ക് കൊടുക്കുന്നുണ്ട്, അവരത് രഹസ്യമായിട്ട് എന്ത് ചെയ്യും, റിസിലാണ് സൂക്ഷിക്കുക. അപ്പോ ഒരു മൂന്നാമതൊരാള് ഹാക്ക് ചെയ്യാത്ത രീതിയിൽ അത് സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്, റിസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് റിസിന്റെ ബേസിക് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിനകത്ത് VR എന്ന് പറയുന്ന വോയിസ് റെക്കഗ്നേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ നോക്കിയതാണ്. പേഷ്യന്റ് ട്രാക്കിംഗ് ആയാലും റിസൾട്ട് എൻട്രി ആയാലും ഒക്കെ കോമൺ ആയിട്ട് പറയുന്നതാണ്. VR മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി ഇട്ടത്, ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും വരണമെന്നില്ല. VR മാത്രം നോക്കി വെക്കുക. എന്താണ് ആ ഒരു പ്രോസസ്സ്, VRന്റെ പ്രത്യേകത എന്താണെന്ന് മാത്രം നോക്കി വെക്കുക. ഇനി അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. എന്താണ് നോക്കാം നമുക്ക്. എ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, CPOE എന്നാണ് ഷോർട്ട് ഫോം വരിക. Otherwise known as computerized provider order entry or computerized practitioner order entry refers to the process of a medical professional entering and sending medication orders and treatment instructions electronically by way of computer application instead on paper charts. Okay, അതായത് പേപ്പർ അധിഷ്ഠിത രീതികൾക്ക് പകരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് മരുന്നിന്റെ കുറിപ്പുകൾ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ, ചികിത്സാ നിർദ്ദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രോഗികളുടെ ഓർഡറുകൾ ഇലക്ട്രോണിക് രീതിയിൽ നൽകുന്നതിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഈ സംവിധാനം അനുവദിക്കുന്നു. നമ്മള് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ അദ്ദേഹത്തിന്റെ ചെയറിൽ ഇരിക്കുന്നുണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു സ്ക്രീനിൽ മുമ്പിൽ നോക്കിയിട്ടായിരിക്കും ഇരിക്കുക വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ. നമ്മൾ രോഗങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, നമ്മുടെ രോഗം, നമ്മുടെ വേണ്ട മരുന്നുകള്, നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് എൻട്രി ചെയ്യും. എൻട്രി ചെയ്തിട്ട് ഈ വിവരങ്ങള് ഫാർമസിയിലേക്കും അതുപോലെ തന്നെ ലബോറട്ടറിയിലേക്കും റേഡിയോളജിയിലേക്കും ഒക്കെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്നതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന സംവിധാനമാണെന്ത്, CPOE എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഡോക്ടർ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ണ്ടല്ലേ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം എങ്ങോട്ടാണ് ഇതൊക്കെ അയക്കാം, ഫാർമസിയിലോട്ട് അയക്കും, അതുപോലെ തന്നെ എന്താ പറയാ റേഡിയോളജിയിലേക്ക് അയക്കും, ലബോറട്ടറിയിലൊക്കെ അയക്കും അല്ലെ. അപ്പൊ ആ ഒരു സംവിധാനത്തിനെ പറയുന്ന പേരാണത് CPOE എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ, അതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഡോക്ടർ ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഡോക്ടറിന് മുമ്പില് EHR ഉണ്ട്, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഡോക്ടർക്ക് അവൈലബിൾ ആണ് അദ്ദേഹത്തിന്റെ സ്ക്രീനില്. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ വെച്ചിട്ട് അദ്ദേഹം CPOE സിസ്റ്റത്തിലൂടെ പേഷ്യന്റിന്റെ കാര്യങ്ങൾ, അതായത് പേഷ്യന്റിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി ചെയ്യുന്നുണ്ട്. എൻട്രി ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് എന്ത് ചെയ്യുന്നു, CDSS സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതി വെക്കുക കേട്ടോ. CDSS, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അതായത് ഡോക്ടർ എൻട്രി ചെയ്യുന്ന കാര്യങ്ങള് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് CDSS. ഓക്കെ, അതായത് പരിചരണ സമയത്ത്, അതായത് ഡോക്ടർ ആ കുറിപ്പ് എൻട്രി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ, മരുന്നുകൾക്ക് എന്തെങ്കിലും പിശകുകൾ പറ്റിയിട്ടുണ്ടോ, ഡോസേജിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന്
എന്ത് പരിശോധിക്കും? CDSS സിസ്റ്റം പരിശോധിക്കും. അപ്പൊ എൻട്രി ചെയ്ത സാധനം എങ്ങോട്ടാണ് ഡോക്ടർ ആദ്യം പാസ് ചെയ്യുക? CDS സിസ്റ്റത്തിലേക്ക് അയക്കും. ദെൻ അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടും. ഡോക്ടർ അടിച്ചതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞ് കൺഫർമേഷൻ കിട്ടും. അതെല്ലാ തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വീണ്ടും റിട്ടേൺ അയക്കും CPOയിലേക്ക്. ഓക്കെ, ദെൻ ആ തിരുത്തലുകൾക്ക് ശേഷമാണ് എന്ത് ചെയ്യുക? ഡോക്ടർ ഫാർമസിയിലേക്കും ലബോറട്ടറിയിലേക്കും റേഡിയോളജി സെന്ററിലേക്കും ഈ വിവരങ്ങൾ പാസ് ചെയ്യുക. ഒന്നുകൂടി പറയാം ഞാൻ, പേഷ്യന്റ് ഇൻഫോർമേഷൻ, അതായത് എല്ലാ തരം ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ മരുന്നുകള്, ചികിത്സകള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ എൻറ്റർ ചെയ്യുന്നു. ദെൻ ഇത് CDS സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. CDSS ഇത് പരിശോധിക്കുന്നു, വെരിഫൈ ചെയ്യുന്നു, വീണ്ടും CPOയിലേക്ക് അയക്കുന്നു. ദെൻ ഇത് ഫാർമസിയിലേക്കോ റേഡിയോളജിയിലേക്കോ ലബോറട്ടറിയിലേക്കോ വിവരങ്ങൾ പോകുന്നു. ദെൻ അവിടെ നിന്നാണ് നമുക്ക് മരുന്നുകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നാൽ മതി, ഡോക്ടർ നമുക്ക് കുറിപ്പോ കാര്യങ്ങളോ ഒന്നും തരില്ല. നമ്മൾ അവിടെ ചെന്ന് നിന്നാൽ മാത്രം മതി. നമ്മുടെ UHID ഉപയോഗിച്ച് അവര് നമ്മളെ വിളിക്കും. ദെൻ ഫർദർ പ്രൊസീജിയർ ഒക്കെ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് സിമ്പിൾ ആണ്, നമ്മുടെ യൂസസ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് ഒരു 10 യൂസസ് ഉണ്ട് അതിന് ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ നോക്കിയാൽ നമ്മള് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. Patient information is kept organized, safe and readily available on a computer. In an emergency, medical staff need quick access to patient records. There are lesser risk of data loss or mismatching while using a computer. എന്താ പറയുന്നത്? അതായത് രോഗിയുടെ വിവരങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ ഓർഗനൈസ് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. എമർജൻസി സിറ്റുവേഷനിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് രോഗിയുടെ രേഖകളിലേക്ക് എളുപ്പത്തിൽ കടക്കാനും സാധിക്കും. അപ്പോ ഈ കമ്പ്യൂട്ടർ വഴിയാണ് എന്ത് ചെയ്യുക? രോഗിയുടെ വിവരങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക. മാത്രമല്ല, ഏതൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ഈ കമ്പ്യൂട്ടറിലെ വിവരങ്ങളിലേക്ക് പെട്ടെന്ന് കടക്കാനാകും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുകയോ മിസ്മാച്ച് ഉണ്ടാവുകയോ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കമ്പ്യൂട്ടറിന്റെ ഉപയോഗമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡാറ്റ സൂക്ഷിച്ചു വെക്കുന്നു. ഡാറ്റ അവിടുത്തെ സ്റ്റാഫിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. മിസ്മാച്ചിനും അതുപോലെ തന്നെ ഡാറ്റ നഷ്ടപ്പെടാനുള്ള ചാൻസും കുറവാണെന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. രണ്ടാമത്തത് മോണിറ്റർ പേഷ്യൻസ് ആണ്. Hospitals now utilize computers to keep track of vital signs such as heart rate and blood pressure. Additionally, the computer monitoring system collects helpful patient data. It is possible to get back this data for future use in research or other purposes. അതായത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പിക്ചർ കാണുന്നില്ലേ നിങ്ങള്? പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? പേഷ്യന്റിന്റെ വൈറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടർ ഉപയോഗിച്ച്. അത് തന്നെയാണ് ഇവിടുത്തെ പോയിന്റ്. ഹാർട്ട് റേറ്റ്, അതുപോലെ ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗികളുടെ സുപ്രധാന വൈറ്റൽസ് ട്രാക്ക് ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നു. പേഷ്യന്റിന്റെ ഡാറ്റ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം കളക്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഭാവിയില് ഗവേഷണ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ പേഷ്യന്റ് പ്രധാനപ്പെട്ട വൈറ്റൽസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ വൈറ്റൽസ് അത് ട്രാക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തത് മെഡിക്കൽ റിസർച്ച് ആണ്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് എ സർട്ടൈൻ ailment, clinicians may now research medical database. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. അതായത് ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് ഡോക്ടർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും പുതുതായിട്ടൊരു രോഗം, നമുക്ക് കൊറോണ ഒക്കെ വന്ന സമയത്ത്
ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഡോക്ടേഴ്സ് എന്താണ് ഉപയോഗിച്ചത്? കമ്പ്യൂട്ടറുകളെയാണ് ആശ്രയിച്ചത്. അത് ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്തിട്ടാണ് ധാരാളം കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചത്. അപ്പൊ പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഴത്തിൽ അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നു. ഇതിലൂടെ മെഡിക്കൽ സ്റ്റാഫിന്റെ ശേഷി വർദ്ധിക്കാനുണ്ടാവുക. കാരണം നമുക്ക് കൂടുതൽ അറിവുകളും കാര്യങ്ങളും കിട്ടുകയാണ് ഇതിലൂടെ. അപ്പോ അതും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. ഇത്രയും വരെ പറഞ്ഞത് ക്ലിയർ ആണോ? മെഡിക്കൽ റിസർച്ച് വരെ ഓക്കെ ആണോ? Then അടുത്തത് ഇൻവെന്ററി ആണ് കേട്ടോ. Knowing what medications are on hand is very necessary for a patient's therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. Thus, it is important to keep an inventory list up to data. In the meanwhile, inventory control is received for hospitals and the medical facilities. Therefore, inventory managers can trace stock levels through computers. അതായത് ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള മരുന്നുകൾ ആവശ്യമാണ് അല്ലെ? അത്യാവശ്യത്തിനുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് വേണം. അപ്പോ ഈ സ്റ്റോക്ക് തീർന്നു പോയാല് ഇപ്പൊ ഡോക്ടർ അറിയുന്നില്ല ഈ സ്റ്റോക്കുകൾ തീർന്നിട്ടുണ്ടോ എന്നൊന്നും ഡോക്ടർ അറിയുന്നില്ല. അപ്പൊ രോഗിക്ക് ചികിത്സ കൊടുക്കാനുള്ള ആ ഒരു കാലതാമസം വരുന്നതായിരിക്കും. അപ്പൊ പ്രധാനമായിട്ടും ഇൻവെന്ററി മാനേജ്മെന്റ്, അതായത് മരുന്നുകളുടെ സ്റ്റോക്കുകൾ സൂക്ഷിക്കണം. അതിന്റെ ലിസ്റ്റുകൾ കമ്പ്യൂട്ടറിൽ ശേഖരിച്ചിരിക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടത് ഇൻവെന്ററി മാനേജർമാരാണ്. ഏതൊക്കെ മരുന്നുകൾ തീർന്നു, ഏതൊക്കെയാണ് നിലവിലുള്ളത്, സ്റ്റോക്ക് തീർന്നാൽ അത് പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ട ആവശ്യകത, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് കമ്പ്യൂട്ടറിൽ ഡോക്ടറുടെ മുമ്പിൽ എത്തിച്ചിരിക്കണം. അപ്പോ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ വഴിയാണ് ഏതൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തിനൊക്കെയാണ് ലിസ്റ്റ് സ്റ്റോക്ക് തീർന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇൻവെന്ററി മാനേജറാണ് എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ ലിസ്റ്റ് തയ്യാറാക്കി ഡോക്ടേഴ്സിന് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, use in surgical procedures. Computers can perform multi-faceted tasks with accuracy, so the use of computers in operating rooms can save lives. For completing complicated treatments, surgeons depend on computers. അതായത് കമ്പ്യൂട്ടറുകൾ മൾട്ടിപ്പിൾ ആയ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഓപ്പറേറ്റിംഗ് റൂമുകളിൽ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ജീവൻ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാ? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകൾ പൂർത്തിയാക്കുന്നതിന് സർജൻസ് കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കും. നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ കാണാനായിട്ട് സാധിക്കും അല്ലെ? രോഗിയുടെ പ്രധാനപ്പെട്ട വൈറ്റൽസ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ വീക്ഷിക്കുന്നതിന് കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. ഒരു സർജറി ചെയ്തത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ സർജൻസ് എന്തിനെയാണ് ആശ്രയിക്കുന്നത്? കമ്പ്യൂട്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രധാനപ്പെട്ട യൂസ് ആണ് കേട്ടോ. യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ എ ഹോസ്പിറ്റൽ. അടുത്തത് ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നമുക്കത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അതാണ് ഞാനിങ്ങനെ വെറുതെ വായിച്ചു പോവാൻ മാത്രമേ ഉള്ളൂ. Use of computers in a hospital. Medical equipment and imaging. Computers are widely used to operate medical machinery that conducts crucial medical tests including ultrasonography, CT scan, MRIs, blood test, etc. Doctors also utilize computers to display their findings and describe the illness and course of therapy. Computers may be used for 3D modeling and drawing. അതായത് അൾട്രാസോണോഗ്രഫി, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് മുതലായ മെഡിക്കൽ പരിശോധനകൾ നടത്തുന്ന മെഡിക്കൽ മെഷീനറി
പ്രവർത്തിക്കുവാൻ കമ്പ്യൂട്ടർ ആവശ്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ MRI അതുപോലെ CT അങ്ങനെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ആവശ്യമാണ്? കമ്പ്യൂട്ടർ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അവരുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് പ്രദർശിപ്പിക്കാനും അതുപോലെ തന്നെ രോഗത്തിന്റെ വിവരങ്ങൾ കാണിക്കാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഒരു രോഗമായിട്ട് നമ്മൾ ചെന്നപ്പോ നമ്മുടെ വയറിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരഭാഗങ്ങൾ ഡോക്ടർ നമ്മൾക്ക് പ്രദർശിപ്പിക്കുക, കാണിച്ചു തരിക അല്ലെ. വയറിന്റെ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നതിലൂടെ. അപ്പൊ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവരെ നമ്മളെ ആ കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. 3D മോഡലിങ്ങും ഡ്രോയിങ്ങും ഒക്കെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാം. 3D മോഡലിംഗ് സംവിധാനം, ഡ്രോയിങ്സ്, അതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. The use of computers for communication among healthcare professionals helps the staff and makes their job easier because they are sometimes quite busy. Healthcare staff can communicate in real time that on a computer to share important information. It is preferable to receive a text or post-it notes. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തമ്മിലും ഡോക്ടേഴ്സ് തമ്മിലും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതായത് സ്റ്റാഫുകൾക്കാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിന്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ടെലിമെഡിസിൻ ആണ് കേട്ടോ. The act of treating patients remotely while neither the patients nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patients and other medical personnel thanks to computers and cell phones. During natural calamities, telemedicine is crucial as well. ടെലിമെഡിസിൻ എന്താണ് സംഭവം? അതായത് ഫിസിക്കലി പ്രസന്റ് ആകാതെ ദൂരെ നിന്ന് രോഗികളെ പരിചരിക്കുന്ന രീതിയാണ് ടെലിമെഡിസിനിലൂടെ നടത്തുന്നത്. രോഗികളുമായും അതുപോലെ തന്നെ മറ്റു ഡോക്ടർമാരുമായും ഡോക്ടേഴ്സിന് ഈ മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ടെലിമെഡിസിൻ വഴി ഡോക്ടർക്കും പേഷ്യൻസിനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം, ഡോക്ടർക്കും മറ്റു ഡോക്ടർമാർക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം. അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്ന രീതിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മളെ സഹായിക്കുന്നത് കമ്പ്യൂട്ടറാണ്. ഓക്കെ, അടുത്തത് കസ്റ്റമർ സർവീസ് ആണ്. ഹോസ്പിറ്റൽസ് now use automatic system like artificial intelligence AI to provide regular customer service to the patients such as payments, making demands and complaints. അതായത് ആശുപത്രികളിൽ ഇപ്പോൾ AI പോലുള്ള, AI എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, AI പോലുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗികൾക്ക് കസ്റ്റമർ സർവീസ് നൽകുന്നത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ രോഗികൾ വരുമ്പോൾ അവർക്ക് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടർ പറയുന്ന ആ ഒരു പ്രത്യേക ഉപകരണം മൂലമാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഓൺലൈൻ പേയ്മെന്റ്, ഹോസ്പിറ്റൽസ് now make use of online payment portals to help patients to pay their hospital bills online. This decrease the chances of errors and the task is performed in less time. എന്താ ചെയ്യുന്നത് ഇവിടെ? അതായത് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നതിന് ഓൺലൈൻ പോർട്ടലുകൾ ഉപയോഗിക്കുന്നു. ഓൺലൈൻ പോർട്ടലുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതും കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഓക്കെ, ഇനി കുറച്ച് ഭാഗം കൂടി എടുക്കാനുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ, ആ ഒരു അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ്. പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത്
പ്രധാനപ്പെട്ട സിസ്റ്റങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അതിന് തന്നെയാണ് ഇനി പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇമ്പോർട്ടന്റ് അല്ലാത്ത അതല്ല, സ്പീഡ് അത്രയധികം കൂടുതലൊന്നുമല്ല. പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതുകൊണ്ടാണ് സ്പീഡിൽ പോയത്. അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് കാര്യങ്ങളൊന്നും അതിനകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. നിങ്ങൾക്ക് വായിച്ചിട്ട് ബുദ്ധിമുട്ട് തോന്നി? ഇപ്പൊ ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? കമ്പ്യൂട്ടർ ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ ആരെങ്കിലും കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ? വായിച്ചാ മനസ്സിലാക്കില്ലേ അത്? ജയലക്ഷ്മി, വായിച്ചാ മനസ്സിലാവില്ലേ മോളെ പറഞ്ഞു തന്നത്? യെസ് മാം, 2 തവണ വായിക്കണം മാം. 2 തവണ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും മനസ്സിലാവാത്തതോ ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതോ ഉണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞു തരാം കേട്ടോ. ഫ്ലോ പിക്ചർ ഇല്ല, വരില്ല. ഇതിനകത്ത് നമ്മുടെ ഇത്രയും ഞാൻ കാര്യങ്ങള് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ അധികം ഇമ്പോർട്ടന്റ് അല്ലെന്ന് തന്നെ പറയാം. ഞാനിപ്പോ പറഞ്ഞതിൽ വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്താണ്, അതുപോലെ തന്നെ ലിംസ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിനകത്ത്. പിന്നെ വേറെ കുറെ കാര്യങ്ങൾ EHR-നെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കമ്പാരിസൺ എന്താണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ ബേസ്ഡ് റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കി വെക്കേണ്ടത് ഇതിനകത്ത് പ്രധാനമായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇൻവെന്ററിയോ, ഇൻവെന്ററി മനസ്സിലായി? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മരുന്നുകളുടെ ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് തീർന്നു കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റുകൾ പ്രധാനമായിട്ടും ഡോക്ടേഴ്സിന് പാസ് ചെയ്യണം. ആര്? ഇൻവെന്ററി മാനേജർ. അപ്പൊ അത് പാസ് ചെയ്താൽ മാത്രമേ, കമ്പ്യൂട്ടർ വഴിയാണ് അത് പാസ് ചെയ്യുന്നത്, അത് പാസ് ചെയ്താൽ മാത്രമാണ് ഡോക്ടേഴ്സിന് അപ്ഡേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതായത് ഓരോ ദിവസവും ഡോക്ടർ വന്ന് രോഗികളെ ചികിത്സിക്കുമ്പോൾ ഏതൊക്കെ മരുന്നുകളാണ് സ്റ്റോക്ക് തീർന്നിട്ടുള്ളത്, ഏതൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോക്ടർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ ലിസ്റ്റുകള് എല്ലാ ദിവസവും കമ്പ്യൂട്ടറിൽ ഡോക്ടറിന് അയക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെന്ററി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയോ? യൂസസ് ആണ് പ്രധാനമായിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വൈറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ? ഒന്നുകൂടി പറഞ്ഞു തരാം വേണമെങ്കിൽ, ഞാൻ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. ആദ്യത്തേത് പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ സെക്യൂർ ആയിട്ട് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫിന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാലും പേഷ്യന്റ് ഇൻഫോർമേഷൻ പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് കമ്പ്യൂട്ടറിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ആദ്യത്തെ ഒരു യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആണ് പേഷ്യന്റിന്റെ വൈറ്റൽസ് ട്രാക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുക. ഓക്കെ, മൂന്നാമത്തത് മെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഡോക്ടർക്ക് ഒരു രോഗത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണത് നടത്തുന്നത്. ആ ഡോക്ടർ ആ രോഗത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. നാലാമത്തത് ഇൻവെന്ററി ആണ്, അതായത് മരുന്നുകളുടെ സ്റ്റോക്കുകളും മറ്റും കമ്പ്യൂട്ടറിലൂടെയാണ് ഇൻവെന്ററി മാനേജർ എന്ത് ചെയ്യുക, ഡോക്ടേഴ്സിന് പാസ് ചെയ്യുന്നത്.
ദെൻ അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ റൂമില് കമ്പ്യൂട്ടറിന്റെ ഉപയോഗമുണ്ട്. സർജറീസ് ഓപ്പറേഷൻസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ CT, MRI തുടങ്ങിയ മിഷനറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന്റെ സഹായം ആവശ്യമുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിന്റെ മറ്റ് എല്ലാ സ്റ്റാഫുകളും ഡോക്ടർമാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയും അതുപോലെ ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിന് കമ്പ്യൂട്ടറാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ വഴിയല്ല എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് അയക്കുക, അത് നിങ്ങൾക്കറിയാലോ. അതൊരു ഫോൺ വഴിയാണോ അയക്കുന്നേ? എന്ത് വഴിയാ അയക്കുന്നേ? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നടക്കുന്നത്? റിസപ്ഷനിസ്റ്റും ഡോക്ടറും തമ്മില്, അല്ലെങ്കിൽ ലബോറട്ടറിയിലെ ടെക്നീഷ്യനും ഡോക്ടറും തമ്മിൽ എങ്ങനെയാ കമ്മ്യൂണിക്കേഷൻ നടക്കുക? ഫോണിലൂടെയാണോ കമ്പ്യൂട്ടറിലൂടെയാണോ? എങ്ങനെയാ നടക്കുക? കമ്പ്യൂട്ടറിലൂടെയാണ്. അപ്പൊ അതൊക്കെ യൂസ് ആണ്. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർക്ക് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാം? രോഗികളുമായിട്ട് സംസാരിക്കാം കമ്പ്യൂട്ടർ വഴി. പ്രധാനപ്പെട്ട രോഗികളെ അല്ലെ, രോഗികൾ വന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങള് ഡോക്ടറോട് പറയാം. ഇന്നതാണ്, ഇന്ന രോഗമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ അതിനനുസരിച്ച് മരുന്നുകള്, കുറിപ്പുകൾ അയച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ഡോക്ടേഴ്സിന് കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസ് മറ്റു ഡോക്ടേഴ്സുമായിട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നത്. ദെൻ ഓൺലൈൻ പേയ്മെന്റ് നടത്താനായിട്ട് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ ഓൺലൈൻ പോർട്ടലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നടത്തുന്നത്. ഇപ്പൊ മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ക്ലിയർ ആണോ ഇപ്പൊ? ഓക്കെ ആണോ? മൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ.